മാർച്ച് 7 വിശുദ്ധ പെർപെറ്റ്വയും വിശുദ്ധ ഫെലിസിറ്റിയും. റോമൻ സാമ്രാജ്യത്തിൽ തിന്മ സാധാരണവൽക്കരിക്കപ്പെടുകയും വിവേകശൂന്യമായ അക്രമം വ്യാപകമാകുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് വിശുദ്ധരായ പെർപെറ്റ്വയും ഫെലിസിറ്റിയും ക്രിസ്തീയ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷികളായത്. റോമൻ നിയമപ്രകാരം ക്രിസ്തുമതം നിയമവിരുദ്ധമായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ പുതുതായി അമ്മയായ പെർപെറ്റ്വയും ഗർഭിണിയായിരുന്ന ഫെലിസിറ്റിയും സ്നാനത്തിന് തയ്യാറെടുക്കുന്ന കാറ്റേക്യുമെന്മാരായിരുന്നു. റോമൻ സാമ്രാജ്യത്തിൽ ക്രിസ്ത്യാനികളെ കൊല്ലുന്നത് വളരെ സാധാരണമായി തീർന്നിരുന്നു. ഒരു പുതിയ അമ്മയെയും ഗർഭിണിയായ സ്ത്രീയെയും വധിക്കുന്നത് അധാർമികമാണെന്ന് ചുരുക്കം ചിലർ മാത്രമേ കരുതിയിരുന്നുള്ളൂ. കാണാൻ ആളുകൾ വേദിയിൽ തിങ്ങി നിറഞ്ഞു. അതും വെറും സാധാരണമായിരുന്നില്ല, അതൊരു വിനോദമായിരുന്നു. ജയിലിലായിരിക്കുമ്പോൾ പെർപെറ്റ്വ തൻ്റെ അനുഭവങ്ങളും ദർശനങ്ങളും രേഖപ്പെടുത്തുന്ന ഒരു ഡയറി സൂക്ഷിച്ചു. അത് ക്രിസ്തീയ രക്തസാക്ഷിത്വത്തിൻ്റെ ആദ്യകാലവും ഏറ്റവും ഉജ്ജ്വലവുമായ വിവരണങ്ങളിലൊന്നായി മാറി. ഒരു ദർശനത്തിൽ സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരു സ്വർണ്ണ ഗോവണി അവൾ കണ്ടു. അത് അവരുടെ വിശ്വാസം ജീവിക്കാനുള്ള പാതയിൽ അവർ നേരിടേണ്ടി വരുന്ന തിന്മയുടെ പരീക്ഷണങ്ങളെ പ്രതീകപ്പെടുത്തുന്ന അപകടകരമായ ആയുധങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അവർ രണ്ടുപേരും തങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കാൻ വിസമ്മതിച്ചു. സന്തോഷത്തോടെ സ്വന്തം മരണത്തിലേക്ക് പോയി. അവരുടെ സദ്ഗുണങ്ങളും നന്മയും അവർക്ക് ചുറ്റും വികസിച്ചുകൊണ്ടിരിക്കുന്ന തിന്മയ്ക്ക് നേർവിപരീതമായിരുന്നു.